നമസ്കാരം. എമ്പുരാൻ്റെ സിനിമാ വിവാദവുമായി ബന്ധപ്പെട്ട് കേരളം, അതുപോലെ തന്നെ മലയാള സിനിമാ ഫീൽഡ്, ഇന്ത്യൻ സിനിമാ ലോകം, അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ഒരു മാസമായിട്ട് വിവാദങ്ങളിൽ തന്നെയായിരുന്നു. അപ്പോൾ എമ്പുരാനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ വിചാരിച്ചത് ഇത്രയും വലിയ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിൻ്റെ ഒരു എതിർപ്പ്, ആ ഒരു പ്രഷറിലൊക്കെ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ സിനിമ ഇനി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് ഇത് സംപ്രേഷണം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് തിയേറ്ററുകൾക്ക് കൈമാറി കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആകുമെന്നാണ് നമ്മളെല്ലാം കരുതിയത്. പക്ഷേ ഈ പ്രതീക്ഷകളൊക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് സംഘപരിവാർ പുതിയ ഒരു നീക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് CPM-ന്റെ പേരിലുള്ള, അല്ലെങ്കിൽ കേരളത്തെ ഞെട്ടിച്ച TP വധക്കേസ് എന്ന് പറയുന്ന ആ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംഘപരിവാർ പതുക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരികയാണ്. അതിനെ സംബന്ധിച്ച് ഒരു സിനിമ റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടും, അല്ലെങ്കിൽ ആ സിനിമ ലൊക്കേഷനിൽ ഇത് സിനിമ നിർമ്മാണ സമയത്തൊക്കെ വലിയ രീതിയിൽ CPM-ന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ വധഭീഷണി വരെ ഉണ്ടായെന്നാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട സംവിധായകൻ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇനി വരുന്ന കുറച്ച് ദിവസങ്ങളിൽ, അല്ലെങ്കിൽ TP 51 എന്ന് പറയുന്ന സിനിമ കേരളത്തെ വീണ്ടും വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്ന് ഉറപ്പ് തന്നെയാണ്. അപ്പം നമുക്ക് ആ ഒരു സിനിമയെ ബന്ധപ്പെട്ട് അധികം ആൾക്കാർ ചർച്ച ചെയ്തില്ലെങ്കിലും ഇനി വരുന്ന ആളുകളിൽ കേരളത്തെ നിയമസഭകളിൽ വരെ ഇത് വൻ ചർച്ചയിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതും കേരളം കാത്തിരിക്കുക തന്നെയാണ്. നമുക്ക് അതിൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് ജസ്റ്റ് നമുക്കൊന്ന് ക്ലാരിറ്റി ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരാം. ഓക്കെ. തുടർന്ന് പ്രദർശനം അവസാനിപ്പിച്ച TP 51 വീണ്ടും പ്രദർശിപ്പിക്കാനൊരുങ്ങി ചിത്രത്തിന്റെ സംവിധായകൻ മൊയ്തു താഴത്ത്. TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സിനിമ CPM-ന്റെ വധഭീഷണിയെ തുടർന്നാണ് ആ സിനിമ ഇത്രത്തോളം ബ്ലോക്ക് ആകുകയും നല്ല രീതിയിൽ സിനിമ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാതെയും പോയത്. അപ്പം സംഘപരിവാറും അതുപോലെ തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇപ്പോൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ വളരെ വിലപ്പെട്ടത് തന്നെയാണ്, പ്രസക്തിയുള്ളതുമാണ്. കാരണം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അത് രാഷ്ട്രീയപരമായിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും, ഈ സിനിമയുടെ സംവിധായകനായിരിക്കുന്ന വ്യക്തി മുസ്ലിം ആണെന്നുള്ളതാണ് ഇതിലും വലിയൊരു അത്ഭുതമായിട്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ അണിയറയിൽ പ്രവർത്തിച്ചവരെല്ലാം തന്നെ ഹിന്ദുക്കളായിരുന്നു. ഹിന്ദു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഹിന്ദുക്കൾ എത്രമാത്രം വിമർശിക്കപ്പെടും, അല്ലെങ്കിൽ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് അധികം അത് മറ്റു തലങ്ങളിലേക്ക് പോകാതിരുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആ സിനിമയുടെ നിർമ്മാതാവായിട്ടുള്ള ആന്റണി പെരുമ്പാവൂർ ആവട്ടെ, മോഹൻലാൽ ആകട്ടെ, ഈ പറയുന്ന പൃഥ്വിരാജ് ആകട്ടെ, അതുപോലെ തന്നെ മുരളി ഗോപി ആയാലും, ഇത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നതുകൊണ്ട് മാത്രമാണ് ആ സിനിമ ഒരുവിധം രക്ഷപ്പെട്ട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ആ ഒരു ശൈലിയിൽ തന്നെയാണ് TP 51 എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനായിട്ടുള്ള മൊയ്തു താഴത്ത് എന്ന് പറയുന്ന വ്യക്തി, ഈ വ്യക്തിയുടെ പേരിൽ ഇനി എന്തായിരിക്കും കേരളം നിലപാട് സ്വീകരിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ സിനിമയുടെ പ്രധാന ഒരു കഥാതന്തു എന്ന് പറയുന്നത് കേരളത്തിന്റെ നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ എയിം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ അതിൻ്റെ ഒരു കഥാതന്തു എന്ന് പറയുന്നത്. അപ്പം ഒരു കാരണവശാലും ഇത് കേരളത്തിൽ ഇനി റിലീസ് ആകുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഈ സിനിമ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ തിയേറ്റർ കത്തിക്കുമെന്നുള്ള രീതിയിലാണ് CPM നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഏകദേശം 70 തിയേറ്ററുകളിൽ ഈ സിനിമ പ്രദർശിക്കും എന്നുള്ള ഒരു നിലപാടും, അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ആത്മവിശ്വാസത്തോടെ തന്നെയാണ് മൊയ്തു ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ നമ്മൾ എമ്പുരാന് വേണ്ടി സംസാരിക്കുമ്പോൾ, അതുപോലെ തന്നെ പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നുള്ളൊരു കോള് വരെ ലിബർട്ടി ബഷീർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വന്നിരുന്നുവെന്നും ആ ഫോൺ കോളിൽ കൃത്യമായി വധഭീഷണി ആയിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.
അതോടൊപ്പം തന്നെ ഇത് ഏതെങ്കിലും കാരണവശാൽ ഈ സിനിമ പ്രദർശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തിയേറ്റർ ബോംബ് വെച്ച് നശിപ്പിക്കുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള സംഭവം വരെ ഉണ്ടായിരുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സംവിധായകനായിട്ടുള്ള വ്യക്തി പറയുന്നതും എന്ത് വില കൊടുത്തും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെയും ഈ സിനിമ OTT-യിലും ഇത് ഇറക്കുമെന്ന് തന്നെയാണ് അവസാനമായി പറയുന്ന വിവരം. അതുപോലെ തന്നെ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഒഞ്ചിയം, വടകര എന്നീ സ്ഥലങ്ങളിലൊക്കെ തന്നെ CPM-ന്റെ പാർട്ടി പ്രവർത്തകർ ആക്രമിക്കാനും ഉപദ്രവിച്ചുവെന്ന് വരെ പറയുന്നുണ്ട്. ഒഞ്ചിയം, വടകര എന്നീ സ്ഥലങ്ങളിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാർട്ടി പ്രവർത്തകർ ഉണ്ടാക്കിയ പ്രശ്നം മൂലം പിന്നീട് അത് തൊടുപുഴയിലേക്ക് മാറ്റിയാണ് സിനിമയുടെ മിക്ക ഭാഗങ്ങളും ചിത്രീകരിച്ചതെന്നും ഒക്കെ തന്നെയാണ് മൊയ്തു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി രക്തസാക്ഷി ആകേണ്ടി വന്നാലും TP 51 എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്. TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സിനിമ 2014-ലാണ് റിലീസ് ചെയ്തത്. സിനിമ പ്രദർശിപ്പിച്ചാൽ തിയേറ്റർ കത്തിക്കും എന്നുൾപ്പെടെയുള്ള ഭീഷണി വന്നതോടെ ചിത്രം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുകയായിരുന്നു. കേരളത്തിലെ 69ഓളം തിയേറ്ററിലായിരുന്നു പ്രദർശനം നിശ്ചയിച്ചിരുന്നതെന്ന് മൊയ്തു താഴത്ത് പറഞ്ഞു. എന്നാൽ റിലീസിന്റെ തലേ ദിവസം അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നും ലിബർട്ടി ബഷീറിന്റെ ഓഫീസിലേക്ക് ഫോൺ വന്നതിന്റെ അടിസ്ഥാനത്തിൽ സിനിമ പ്രദർശിപ്പിച്ചാൽ തിയേറ്റർ ബോംബ് വെച്ച് തകർക്കുമെന്നായിരുന്നു ആ കോളിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് സിനിമ പ്രദർശനം മുടങ്ങി. ഇനി രക്തസാക്ഷിയാകേണ്ടി വന്നാലും സിനിമ റിലീസ് ചെയ്യുമെന്നും OTT-യിൽ പ്രദർശിപ്പിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുകയാണെന്നും സംവിധായകൻ ജനം TV-യോട് പറഞ്ഞു. പൃഥ്വിരാജ്, അതുപോലെ തന്നെ മോഹൻലാൽ, അതുപോലെ ആന്റണി പെരുമ്പാവൂർ, നിങ്ങൾ എന്തായാലും എമ്പുരാനിലൂടെ അല്ലെങ്കിൽ എമ്പുരാൻ എന്ന സിനിമ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ റിലീസ് ചെയ്തതോടുകൂടി മറുഭാഗത്ത് വേറൊരു സിനിമ കൂടി ഇനി വരാനിരിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും തീരില്ല എന്നാണ് കേരളം മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്കറിയാം എമ്പുരാൻ എത്രമാത്രം രാഷ്ട്രീയപരമായി അല്ലെന്നുണ്ടെങ്കിൽ ഇത് പാർലമെന്റ് വരെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ വഴിയിലൂടെ തന്നെയാണ് ഇനി സംഘപരിവാർ CPM-നെതിരെ കേരളത്തിൽ വൻ ചർച്ചയ്ക്ക് വഴിയൊരുക്കാൻ പോകുന്നത്. അതോടൊപ്പം എമ്പുരാന്റെ സിനിമയുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണോ ആ സിനിമയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് അവർ തന്നെയാണ് TP വധക്കേസ് അല്ലെങ്കിൽ TP 51 എന്ന് പറയുന്ന സിനിമയെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളതും എന്നാണ് മൊയ്തു പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കപട മതേതരവാദികളും കപട രാജ്യസ്നേഹികളുമെന്നാണ് നിലവിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പോലും.